ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കനാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്ന് പറയുമ്പോൾ തന്നെ ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാലയൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്നാൽ ഇതൊക്കെ ആരെ കണ്ടുപിടിച്ച് എവിടെയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഡൽഹിയിലാണ് ഇതൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. കുന്ദൻലാൽ ഗുജ്റാൽ എന്ന വ്യക്തിയാണ് ഈ ഡിഷസ് ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 സ്പൂണ് ഗരം മസാലയും, ഒരു അരമുറി നാരങ്ങ നീരും, കുറച്ച് ഉപ്പും, 1 സ്പൂണ് യോഗട്ടും. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ യോഗട്ടും നാരങ്ങ നീരൊക്കെ ചേർക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് സൈഡാക്കി വെക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂണ് നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിലാണ് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടറിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലും പകുതി ബട്ടറും ചേർക്കുക. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ബട്ടർ തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കടായിൽ വെക്കുന്നതുകൊണ്ട് 2 റൗണ്ടായിട്ടാണ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു പാനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഷോട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ ഈ ഒറ്റ കടായിലാണ് മൊത്തം നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ പിന്നെ ഫ്രൈ ചെയ്യാം. വേറൊരു പാത്രം നമ്മൾ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു 5-8 മിനിറ്റിൽ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ് ഇതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം ജീരകം ഒരു പ്രധാന ഐറ്റമാണ്. അപ്പോൾ ആ ഒരു ജീരകം ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കൊരു വലിയ സവാള ഒരു റഫായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സവാള വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. മീഡിയം സവാളയാണെങ്കിൽ സൈസ് ആണെങ്കിൽ ഒരു ഒന്നര എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 10 കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കാഷ്യൂ നട്ട് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ക്രീമി ആൻഡ് ടെക്സ്ചർ, റിച്ച് ആൻഡ് ക്രീമി ടെക്സ്ചറും ഫ്ലേവറും എല്ലാം അടിപൊളിയാക്കാനാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ അങ്ങനെ കുറച്ചൊരു ലേശം മധുരമൊക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാഷ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത ചുവന്ന തക്കാളി ആണെങ്കിൽ നല്ലത് കേട്ടോ. കാശ്മീരി മുളക് പൊടിയും ഈ തക്കാളീൻ്റെ റെഡ് കളറാണ് നമ്മുടെ ബട്ടർ ചിക്കന് കളർ കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു തക്കാളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ആണെങ്കിൽ ഒരു 2-3 എടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ മതി. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നോർത്ത് ഇന്ത്യൻ ഡിഷിലേക്ക് ലേശം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മധുരം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാൻ വയ്ക്കുക. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. ബാക്കി നമ്മൾ തണുത്ത് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചു കൂടി എടുക്കണം. അതിനുശേഷം നമ്മളൊരു കടായി വീണ്ടും വേറെ കടായിയല്ല സെയിം കടായി തന്നെ വെക്കുക. അതിലേക്ക് ഇത്തിരി കൂടി ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ ഒന്ന് ചൂടായി ബബിളൊക്കെ വന്ന് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം അതിൽ ഉപ്പ് നോക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഒരു ഉപ്പും ചേർത്ത് കൊടുത്തു. മധുരം കുറച്ചുകൂടി ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ കൂടി പഞ്ചസാര ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാര ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇലകളൊക്കെ ഇലകൾ വെച്ചാൽ മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമ്മുടെ കസ്തൂരി മേത്തി ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. അപ്പോൾ പഴയ കസ്തൂരി മേത്തി ആണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ദോശക്കല്ലിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അല്ല ഫ്രഷ് സാധനമാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയും ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം വീണ്ടും ബട്ടർ അതിലിട്ട് കൊടുത്തിട്ട് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ട് മല്ലിയില പിന്നെ ഈ ഒരു കസ്തൂരി മേത്തി ക്രഷ് ചെയ്തിട്ട് അതിന് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സെർവിങ് ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഈ ക്രീം ഒന്നുകൂടി മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹോട്ടലിലേക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി നല്ല വില കൊടുത്ത് ബട്ടർ ചിക്കൻ വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ നമുക്ക് ഈ ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഒരു സംഭവം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എങ്കിൽ കൂടി വീട്ടിലുണ്ടാക്കുമ്പോൾ ഹെൽത്തിയാണ്, പിന്നെ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു പുലാവാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.